Watch India's largest kids library only on Jio Hotstar. Download the app now. ചങ്കുകളെ, ഈ റോബോട്ടിക് കുതിരവണ്ടി ഉണ്ടല്ലോ, ഇത് വളരെ സ്പെഷ്യലാണ്. ഇതിന് കാറിനേക്കാളും കൂടുതൽ വേഗത്തിൽ ഓടാൻ കഴിയും. ഇത് വളരെ സേഫുമാണ്. നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയുമില്ല. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന സ്ഥലം പറഞ്ഞാൽ മാത്രം മതി, ഇത് നമ്മളെ അവിടെ എത്തിക്കും. വലിയേട്ടാ, നിങ്ങൾ ഇതിനുണ്ടാക്കിയത് വലിയ കാര്യം തന്നെയാണ്. പൊളിച്ചെടുത്തല്ലോ. എന്റെ പങ്ക് ഇതിനെ കുറച്ച് ഉണ്ടട്ടാ. കാരണം മോട്ടുപത്രുടെ എല്ലാ ബിസിനസ്സും ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനാണ് ഡോക്ടർ ചക്കോട് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ റോബോട്ടിക് കുതിരവണ്ടി ഉണ്ടാക്കാൻ പറഞ്ഞത്. ഈ ബിസിനസ് എന്തായാലും നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവില്ലാന്നേ. കുതിര സവാരിയിൽ നിനക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടല്ലോ. എന്നാ കൂട്ടുകാരെ, പെട്ടെന്ന് ഉദ്ഘാടനം നടത്താം. അതെ അതെ, പക്ഷെ ചിങ്കം സാർ അവിടെ കുട്ടികളുടെ ഒപ്പം ഇരുന്ന് എന്ത് ചെയ്യാ? എന്റെ ചിങ്കം സാറേ, ഉദ്ഘാടനത്തിലുള്ള തേങ്ങ ഉടയ്ക്കാൻ വരുന്നില്ലേ? എന്റെ അമ്മോ, എന്നെ കൊണ്ട് നാളികേരം ഉടയ്ക്കാൻ പറ്റില്ല. ഞാൻ ഉടച്ചാൽ അവസാനം ഞാൻ തന്നെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ചെന്ന് കുടുങ്ങും. അത് സാരമില്ല, നാളികേരം ഞാൻ ഉടച്ചേക്കാം. സക്സസ്. എങ്കിൽ വരൂ, ഫുർഫുറി നഗരം ഒരു കറക്കം കറങ്ങിച്ചു വരാം. കമൽപൂർ 10 രൂപ. കമൽപൂരിലേക്ക് വരും 10 രൂപ. കമൽപൂരിലേക്ക് 10 രൂപ. 10 രൂപ. കമൽപൂർ 10 രൂപ. കമൽപൂർ 10 രൂപ. 10 രൂപ. 10 രൂപ. കമൽപൂർ 10 രൂപ. കമൽപൂർ 10 രൂപ. 10 രൂപ മാത്രമേ ഉള്ളൂ. ഇരിക്കൂ ചേട്ടാ, ഇരിക്കൂ. 10 വർഷം കഴിഞ്ഞ് എങ്ങനെയാണെങ്കിലും കമൽപൂർ എത്തും. എന്താ ഇതൊക്കെ കാണുമ്പോ നിങ്ങൾക്ക് തമാശയാണോ? ഇത് റോബോട്ടിക് കുതിരവണ്ടിയാ. എത്ര സ്പീഡിൽ ഇത് പോകും നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളുടെ കാറ് പോകുന്നേക്കാളും വേഗത്തിൽ ഇത് ഓടും. കാണണോ നിങ്ങൾക്ക്? വേണമെങ്കിൽ കാണിച്ചു തരാം. നമുക്ക് മനസ്സിലാവും. ഞാൻ ഈ ചായ കുടിച്ച് തീർന്നതിന് മുമ്പ് തിരിച്ചു വന്ന നല്ല സ്പീഡാന്ന് സമ്മതിക്കാം. ചെല്ലു കൂട്ടുപോത്തലു, കുതിര കൊണ്ട് വേഗം പോ. അത് പിന്നെ ഞാനൊരു സവാരി പോയി വന്നാലോ? ഇങ്ങനത്തെ സവാരി എനിക്ക് വേണ്ട. ഇല്ല, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പറ്റില്ല. ചേട്ടാ, ഇതിവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കും. ശരി ശരി, എന്റെ ഈ പൈസ അങ്ങോട്ട് വെക്ക്. ഈ പെട്ടി അങ്ങോട്ട് വെക്ക്. ഓരോരാളായിട്ട് ലൈനിൽ വരൂ, ലൈനിൽ വരൂ. യെസ്, വെരി ഗുഡ്. നിൽക്കൂ. നിൽക്കൂ. അല്ല ചേട്ടന്മാരെ, നിങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ കഞ്ഞികൂടി തന്നെ പൂട്ടുമല്ലോ. ശരി, നിർത്ത്. ഇനി ചൊവ്വരുണ്ടെങ്കിൽ മാത്രമല്ല ചിത്രം വരയ്ക്കാൻ പറ്റൂ. തല്ലി പൊളിക്കാൻ വണ്ടി. നിങ്ങളൊക്കെ എങ്ങനെ പൊളിക്കുന്ന പറയുന്നത്? ഞങ്ങളുടെ കയ്യപ്പം മാങ്ങ പറിച്ചോണ്ടിരിക്കുന്നു കരുതിയോ? എന്താ വായി നോക്കി നിൽക്കുന്നേ? ഞാൻ ആ വണ്ടി അടിച്ച് മാറ്റുവാണെങ്കിൽ എന്ത് അടിപൊളിയായിരിക്കും. നന്നായിരിക്കും ബോസ്. നമ്മള് ബാങ്ക് കൊള്ളയടിച്ചതിന് ശേഷം ഈ വണ്ടിയിൽ കേറുവാണെങ്കിലുണ്ടല്ലോ, ചിങ്കമല്ല ഒരു കൊമ്പനെ കൊണ്ട് നമ്മളെ പിടിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഹലോ, ജഗബായി ആണോ? ഓട്ടോന്ന് പേരുള്ള ഒരു മനുഷ്യൻ നമ്മുടെ രംഗനെ ജയിലിലേക്ക് അയച്ചു. അനിയനെ ജയിലിലേക്ക് അയച്ചെന്നോ? ഞാൻ അയാളോട് എന്റെ അനിയനെ ജയിലിലേക്ക് അയച്ചതിന്റെ പ്രതികാരം ചെയ്യും. ഹലോ, ഈ മോട്ടുകാരാ? അയാളെ ഫുർഫുരി നഗറിലെ വല്ല ഗുണ്ടയായിരിക്കും. നമ്മൾ ഇവിടുത്തെ ഗുണ്ടയല്ലേ, അതുപോലെ തന്നെ. ഒരു കാട്ടിൽ 2 സിംഹങ്ങൾ ഒരിക്കലും വാഴില്ല. ജഗ്ഗയാണ് ഗ്രേറ്റ്. ബാക്കി എല്ലാവരും എനിക്ക് വേണ്ടി ചെയ്യണം. വെയിറ്റ്. ഓട്ടൂനെ ഫുർഫുരി നഗറിൽ വെച്ചല്ല, ഇവിടെ കൊണ്ടുവന്നായിരിക്കും തല്ലുന്നത്.
ഇവിടെ ആ ഇനി കുറച്ച് തല ഉപയോഗിച്ച് ഒരു എഴുത്തെഴുത്. എഴുത്. മോട്ടു, ഞാൻ നിന്റെ അമ്മാവനാണ്. നിന്റെ വളരെ ചെറുപ്പത്തിൽ ഞാൻ നിന്നെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ വിദേശത്തേക്ക് പോവുകയാണ്. നീ വന്നിട്ട് വേണമെങ്കിൽ എന്റെ കോടിക്കണക്കിന് സ്വത്തുക്കൾ കൊണ്ടുപോയിക്കൊള്ളൂ. എന്നിട്ട് അതും കൊണ്ട് ഫുർഫുറി നഗരത്തിലെ ജനങ്ങളെ സന്തോഷിപ്പിക്കൂ. എന്റെ വിലാസം ജഗ്ഗാമാവൻ, കമൽപൂർ പോസ്റ്റ് ഓഫീസിന് തൊട്ട് മുൻപിൽ. മോട്ടു, ഇതൊരു സന്തോഷ വാർത്തയാണല്ലോ. എങ്കിൽ വരൂ, പെട്ടെന്ന് റെഡിയാവ്. ഉടൻ തന്നെ നമ്മൾ പോകുന്നു കമൽപൂരിലേക്ക് എന്റെ ജഗ്ഗാമാവനെ കാണാൻ. മോട്ടു, എനിക്കൊരു ഡൗട്ട്. ഈ കുതിര എങ്ങനെയാ നമ്മളൊന്ന് മൂവ് ആക്കുന്നത്? അതിലെന്തിരിക്കുന്നു ഇത്രയും ചോദിക്കാൻ? ആ ഗ്രീൻ ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി. ആ കുതിര തന്നെത്താനെ സ്റ്റാർട്ട് ആയിക്കോളും. പിന്നെ സ്റ്റാർട്ട് ബട്ടൺ അമർത്തിയിട്ട് നേരെ അങ്ങ് പോയാൽ മതി. Mention not. എന്റെ മോട്ടു, നീ എന്താ ചെയ്ത്? കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുത്തോ? ബൈ ബൈ ബോട്ടു, ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നേ. എന്റെ മോട്ടു, അവനിപ്പോ വണ്ടിയും കൊണ്ട് ഇനി പ്രോപ്പർട്ടിയും കൊണ്ടുപോകും. കാരണം നിന്റെ അമ്മാവൻ നിന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ. അവനാണ് മോട്ടു എന്ന് വിചാരിക്കും. അത് നീയാണോ ഫുർഫുറി നഗറിലെ ഹീറോ മോട്ടു? ഞാൻ തന്നെയാ ബോട്ട്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആരോട് വേണമെങ്കിലും ചോദിച്ചോളൂ. ഞാൻ തന്നെയാണ് ബോട്ടു. എന്ത് ജോലി വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ആ സബാഷ്. ശരി, പറ, നിനക്ക് എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന്? സമോസയാണോ? കൊള്ളാം. എനിക്ക് സമോസ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാ. ഞാൻ കഴിച്ചോണ്ടേ. തീർച്ചയായിട്ടും സമോസ മാത്രമല്ല, ചമ്മന്തി കൂടെ തരും. പക്ഷെ ആദ്യം ഈ കാര്യം പറ, എന്താ നീയാണോ രംഗനെ ജയിലിലേക്ക് അയച്ചത്? അതെ എങ്കിൽ അതെ. ഇതുപോലത്തെ വീരകൃത്യങ്ങളൊക്കെ ചെയ്യാൻ ഞാനല്ലാതെ ഈ ഫുർഫുറി നഗരത്തിൽ ആരാ ഉള്ളത്? അതൊക്കെ പോട്ടെങ്കിലേ, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. ഇനി നമുക്ക് പുതിയ കാര്യങ്ങളിലേക്ക് കിടക്കാം. അങ്കിൾ എന്നെ കണ്ടിട്ട് ഒരുപാട് കാലമായില്ലേ. എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കേ, അല്ലെങ്കിൽ വേണ്ട ഞാൻ പിടിക്കാം. ഞാൻ നിന്റെ അങ്കിളും ചങ്കിളും ഒന്നും അല്ല, രംഗയുടെ ചേട്ടനാണ്. എന്നിട്ട് അവരെ ജയിലിൽ അയച്ചതിന്റെ പ്രതികാരം എടുക്കാനാണ് നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. സുഹൃത്തുക്കളെ, ഇവനുള്ള കോടിക്കണക്കിന് സ്വത്തുക്കളൊക്കെ കൊടുത്തേക്ക്. ഞാൻ ബോട്ടുമല്ലേ, എന്റെ പേര് ജോണെന്നാ. ജോൺ ദി ഡോൺ. എന്നെ വിട്. നോക്ക്, ആ വരുന്നതാ ബോട്ടു. അവനെ പോയി അടിക്കുക. എന്നിട്ട് എന്നെ വിട്. എന്റെ അമ്മോ, എന്നെ വിട്. കോടിക്കണക്കിന് സ്വത്തുക്കൾ വാങ്ങിക്കൂ. വോട്ട് 10 എന്നെ രക്ഷിക്കുക. ലെവന്മാരെന്നെ തേച്ചൊട്ടിച്ചോണ്ടിരിക്കുക. അടി വരുന്ന വഴിയെ പാഴ്സലായിട്ടാ വരുന്നത്. ഞാൻ കള്ളനും ദുഷ്ടനും തെമ്മാടിയും ഒക്കെയാണ്. പക്ഷെ ഇതൊക്കെ ഞാൻ ഫുർഫുറി നഗരത്തിൽ മാത്രമേ ചെയ്യാറുള്ളൂ. എന്നെ ഒന്ന് രക്ഷിക്കുക. സാറേ, മതിയാക്ക്. ഇത് ഇവിടെ നിർത്തിക്കോ. ഫുർഫുറി നഗരത്തിലെ ആൾക്കാരെ നിങ്ങൾ തൊട്ട് കളിക്കുന്നത് നിർത്തിക്കോളൂ. കളിച്ചാൽ അത് തീക്കളിയാവും. അടിച്ച് ഓടിക്കാം അവന്മാരുടെ കാല്. അവന്മാർ ഓടി രക്ഷപ്പെടാൻ പാടില്ല. വരൂ ചേട്ടന്മാരെ, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓടി രക്ഷപ്പെടാനാ.
സന്തോഷം അങ്ങ് ആഗതനായതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മതിയായ സന്തോഷമുണ്ട്. പക്ഷേ ഈ വണ്ടിയിൽ സ്ഥലമില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങിക്കോളൂ. ഇതൊക്കെ എന്തിനാണ് നീ ചെയ്തത്? എന്റെ അനിയൻ രംഗനെ നീ ജയിലിലേക്ക് അയച്ചു, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. ഓക്കെ, ഇത്രയും സഹോദര സ്നേഹമോ? നന്നായി, വളരെ നന്നായി. എന്നാ പിന്നെ നീ അങ്ങ് ചെല്ലേ നിന്റെ സഹോദരന്റെ അടുത്തേക്ക്. ചേട്ടാ, ഹൈ, അല്ല അല്ല, നിങ്ങളെങ്ങനെ ഇവിടെ? വലിയ വേദനകരമായ കഥയാ. ഇപ്പൊ വിട്, പിന്നെ എപ്പോഴെങ്കിൽ പറയാം. Watch India's largest kids library only on Geo Hotstar. Download the app now.